അസ്സലാമു അലൈക്കും. മുതഅല്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങളും കേൾക്കാൻ വേണ്ടി ഖൗഫിന്റെ ഭാഗം തന്നെ പറയുന്നത്. വറുവിയ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, മുത്തനബി തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുത്തനബി പറയാ, ഇദ ഖശഅറ ഖൽബുൽ മുഅ്മിനി മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിനൊരു വിറക്കൽ സംഭവിച്ചാൽ, ഒരു മാറ്റം സംഭവിച്ചാൽ, തഹാത്തത്ത് അന്നു ഖത്തായാഹു, അവന്റെ പാപങ്ങൾ അവനിൽ നിന്നിട്ട് കൊഴിഞ്ഞു പോകുന്നു. ഏതുമാതിരിക്കമായ തഹാത്തുമിന സജറത്തി വറഖുഹാ, മരത്തിൽ നിന്ന് ഇലകൾ ഏതുമാതിരിയാണോ ഉണങ്ങി വീഴാറുള്ളത്, അത് വിട്ടുപിരിയാറുള്ളത്, അതേ പ്രകാരത്തിൽ തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി ചോദിക്കപ്പെട്ടു, മൻ ആലുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ തങ്ങളുടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഖാല, മുത്തനബി പറയാണ്, ആലി കുല്ലു മുഅ്മിനിൻ തഖിയ്യിൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഏതൊരു മുഅ്മിനുണ്ടോ അവരൊക്കെ എന്റെ കുടുംബക്കാരാണ്. അല അറിയണേ, ഇന്ന ഔലിയാഇ ഹുമുൽ മുത്തഖൂൻ, എന്റെ സ്നേഹിതന്മാരിന്റെ കുടുംബക്കാര് അവർ മുത്തഖീങ്ങള് മാത്രമാണ്. വലാ ഫളല ലി അഹദിൻ മിൻകും, നിങ്ങളിൽ നിന്ന് ഒരാൾക്കും ഒരാളെക്കാളും ഏറ്റ വ്യത്യാസമില്ല, സ്ഥാനം കൂടുതലില്ല. ഇല്ലാ ബി തഖ്വല്ലാഹി, അല്ലാഹുവിനെ പേടിക്കൽ കൊണ്ടല്ലാതെ. അല്ലാഹുവിനെ പേടിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ലവൻ. അപ്പോൾ അല്ലാഹുവിന്റെ ഭയം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം. വറബർ റബീഉ അനിൽ ഹസനി റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, മുത്തനബി പറയാണ്, സലാസൻ മുൻജിയാത്തുൻ വസലാസൻ മുഹ്ലികാത്തുൻ, സലാസൻ മുൻജിയാത്തുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തും, വസലാസൻ മുഹ്ലികാത്തുൻ, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയും. ഫഅമ്മൽ മുഹ്ലികാത്തു, മനുഷ്യനെ നശിപ്പിക്കുന്ന മൂന്നെണ്ണം, ഫസുഹ്ഉൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന ലുബ്ധതയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് പറയുന്ന ലുബ്ധത കാണിക്കാൻ, നല്ലതിലേക്ക് ചെലവാക്കാതിരിക്കാൻ, നല്ലതിൽ നിന്ന് പിന്മാറാൻ അവന്റെ ഹൃദയം കൽപ്പിക്കുന്നു, അവന്റെ ശരീരം. എന്നിട്ട് അവൻ അതിന് അനുസരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ലുബ്ധതയാണ്. രണ്ട്, വഹവൻ മുത്തബൻ, പിന്തുടരപ്പെടുന്ന വികാരമാണ്. മനുഷ്യ ശരീരം ആഗ്രഹിക്കുന്നതെന്തോ അത് അവൻ പ്രവർത്തിച്ചു കൊടുക്കും, തുടർന്നു കൊടുക്കും. വയജാബുൽ മർഇ ബിനഫ്സിഹി, ഓരോരുത്തരും അവനവന്റെ സ്വയം ശരീരം കൊണ്ട് അവൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ തരക്കേടില്ല, ഞാൻ എല്ലാത്തിനും മതിയാവനാണ് എന്നൊരു അകപ്പ് ഉള്ളിൽ അവന് വലിയൊരു വലിപ്പം അതുണ്ടാവുക. അത് മൂന്നുമാണ് മനുഷ്യൻ നശിപ്പിക്കുന്നത്. അമ്മൽ മുൻജിയാത്തു, മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന മൂന്നെണ്ണം, ഫൽ അദ്ലു ഫി ദിലാ വൽ ഗദബി, ഇഷ്ടമുള്ള സമയത്തും ഇഷ്ടമില്ലാത്ത സമയത്തും, കോപമുള്ളപ്പോഴും പൊരുത്തമുള്ളപ്പോഴും തൃപ്തിയുള്ളപ്പോഴും, എല്ലാ സമയത്തും നീതി കാണിക്കുന്ന ഹൃദയം. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കുക, അങ്ങനല്ല. ദേഷ്യം പിടിക്കുമ്പോൾ നമുക്കാണ്, തൃപ്തിപ്പെടുമ്പോൾ നമുക്കാണ്, അങ്ങനെ വെക്കണം. വൽഇഖ്തിസാദു ഫിൽ ഫാഖത്തി വൽ ഗിന, ഉള്ള സമയത്തും എല്ലാ സമയത്തും ചെലവാക്കുന്ന വിഷയത്തിൽ അവൻ നടുത്തരമാണ്. ഇല്ലായ്മ കൊണ്ട് വളരെ കൊടുക്കുക, ഉണ്ടായത് കൊണ്ടിട്ട് വളരെ കൂടുതലാക്കുക, രണ്ടുമില്ല. അങ്ങനത്തെ മിതമായ ജീവിതം. വഖശിയത്തുല്ലാഹി അസ്സ വജല്ല ഫി സിർരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെടലുമാണ്. വെല്ലൂരിന്ന് പരീക്ഷ പാസ്സായി, ഒന്നാം ദർജയിൽ തന്നെ. അങ്ങനെ അവിടുന്ന് കോട്ടും സർട്ടിഫിക്കറ്റും ഓയിൽ തലയിൽ കെട്ടുന്ന ഓയിലൊക്കെ കെട്ടി കോട്ടിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി പോരുമ്പോൾ അന്നത്തെ പ്രിൻസിപ്പാള് ജബ്ബാർ ഹസ്രത്ത് നബ്ബറല്ലാഹു മർഖദഹു, അവരോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ പോകും, ദ്വാരക്കണം. അങ്ങനെ ഇവരോട് ദ്വാരക്കാൻ പറയാൻ വേണ്ടിയിട്ട് സംസാരം ഉണ്ടാവില്ല. അപ്പൊ എന്നോട് പറഞ്ഞ ഉപദേശ, ഇത്തഖില്ലാഹ ഫിസ്സിർരി വൽ ഇലൻ, എന്ന് ഓർക്കുന്ന ആ വാക്ക്, ഇത്തഖില്ലാഹ ഫിസ്സിർരി വൽ ഇലൻ, രഹസ്യത്തിലും പരസ്യത്തിലും പഠിച്ചോനെ ചോദിക്കണമെന്നുണ്ട്. അവരൊക്കെ അങ്ങനെ അങ്ങനത്തെ ഉസ്താദന്മാര്, ജബ്ബാർ ഹസ്രത്ത് തുടങ്ങി കുറേ ഹസ്രത്തന്മാരും, പനായിക്കൊല ഹസ്രത്ത്, അതുപോലെ തന്നെ ഒക്കെ ഹസ്രത്ത് തുടങ്ങിയിട്ട് പല പല വലിയ വലിയ മഹാന്മാര്, അതുപോലെ തന്നെ പാർന്നൂർ ഉസ്താദ് തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ ഉസ്താദന്മാർ
നിങ്ങളൊക്കെ എന്തൊക്കെയോ സ്ഥാന്മാർ പലരും മരിച്ചുപോയി. അള്ളാഹുവെ അവരെ ഖബറൊക്കെ നീ സ്വർഗമാക്കാം റഹ്മാനെ. ഒരു കാരണവശാലും അവരെ നീ ശിക്ഷിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെല്ലാം അഫ്വ് ചെയ്ത് അവർക്ക് സന്തോഷം നൽകും റഹ്മാനെ. അതേ പ്രകാരത്തിൽ വദുക്കിറാനി റബീബിന് ഖൈസമ റളിയല്ലാഹു അൻഹു, റബീബിന് ഖൈസം റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, പറയപ്പെടുന്നുണ്ട്, അന്നഹു കാന ലാ യസാലു ബാക്കിയൻ, റബീബിന് ഖൈസം എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും, ഖായിഫൻ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും, സാഹിറൻ ബില്ലൈലി രാത്രി മുഴുവനും ഉറക്കൊഴിക്കും. ആര്? റബീബിന് ഖൈസം റളിയല്ലാഹു അൻഹു. ഫലമ്മാ റഅതു ഉമ്മഹു മാ ബിഹി മിനൽ ജഹദി, അങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ അധ്വാനം കണ്ടപ്പോൾ, നാദത്തുഹു, ഉമ്മ മകനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, മോനെ, അഖതൽത ഖതീല, നീ ആരെയോ കൊന്നുപോയിട്ടുണ്ടോ മോനെ, വധിച്ചു പോയിട്ടുണ്ടോ? അതുകൊണ്ടാണ് നിന്നിങ്ങനെ കരയുന്നതും ഉറക്കൊഴിക്കുന്നതും. ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അധ്വാനിക്കല്ലേ രാത്രിയിലൊക്കെ. ആരെയോ നീ കൊന്നുപോയിട്ടുണ്ടോ എന്ന് ഉമ്മ ചോദിച്ചപ്പോ, കാലനാൻ, മകൻ പറയാൻ, അത് ഞാൻ കൊന്നുപോയിട്ടുണ്ട്. കാലത്ത് ഉമ്മ ചോദിക്കുന്നു, ഉമ്മ പറയുന്നു, ഫമൻ ഹുവ ഹത്താ നതുറുബൽ അഫ്വ മിൻ ഔലിയാഇ, ഉമ്മ ചോദിച്ചു, എന്നാ അതാരാ നീ കൊന്ന ആള്? ഞങ്ങൾ അവന്റെ കുടുംബത്തിൽ പോയിട്ട് എനിക്ക് വിട്ടുതരാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞോളൂ ആരാണ് എന്റെ ആള് എന്ന്. ഫവല്ലാഹി, എന്നിട്ട് മകൻ പറയാണ്, അല്ലാഹുവിനെ തന്നെ സത്യം, ലൗ യഅലമൂന മാ തൽഖാഹു ലറജമൂകി, ഉമ്മ, അവര് നിങ്ങൾ ചെന്നതായ വിഷയം ഏതെന്തോ എന്ന് അവരറിയാണെങ്കിൽ അവരെല്ലാവരും കൂടി നിങ്ങളെ എറിഞ്ഞു കൊല്ലും കേട്ടോ, നീ ഞങ്ങൾ അങ്ങോട്ട് പോവണ്ട. എന്നിട്ട് കാല, മകൻ പറയാണ്, യാ ഉമ്മ ഖതൽതു നഫ്സി, ഞാൻ എന്റെ ശരീരത്തിനെ കൊന്നു കളഞ്ഞു ഉമ്മ, അതാണ് ഏറ്റവും വലിയ കൊല ഞാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉറക്ക് വരുന്നില്ല. അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാത്രി മുഴുവൻ മുറുക്കൊഴിക്കുകയാണ്. ഉമ്മയോട് മകൻ പറയുകയാണ്. അപ്പൊ അങ്ങനത്തെ സമയം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു ഖൈറുകൾ നൽകപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഖാലൽ ഫഖീഹു അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, അലാമത്തു ഖൗഫില്ലാഹി തആല, അള്ളാഹുവിനെ ഭയപ്പെട്ടതിന്റെ ലക്ഷണം, യതബയ്യനു ഫീ സബഅതി അശിയാ, 7 കാര്യങ്ങളിൽ വെളിച്ചപ്പെടും. അള്ളാഹിനെ പേടിച്ചല്ലേ നോക്കിയോ എല്ലാവരും. അവ്വലു അതിൽ ഒന്ന്, യതബയ്യനു ഫീ ലിസാനി, നാവിൽ വെളിച്ചമാകും, ഫയംതനിഉ ലിസാനഹു മിനൽ കിദ്ബി വൽ ഗൈബത്തി വകലാമിൽ ഫളൂലി, അനാവശ്യ സംസാരം സംസാരിക്കൂല, ഗൈബത്ത് പറയൂല, കളവ് പറയൂല, നാവിനെ അവൻ തടയും. അപ്പൊ എന്താക്കി? ഒന്ന് നാവിൽ നിന്ന് മനസ്സിലാവും ഇവൻ ആളാരാണ്, പിന്നെ അള്ളാഹുവിനെ പേടിക്കുന്നവനാണോ അല്ലേ. വയജിഅലു ലിസാനഹു മസ്ഊലൻ ബിദിക്രില്ലാഹി, അവന്റെ നാവിനവൻ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലൽ കൊണ്ടും, തിലാവത്തിൽ ഖുർആൻ ഓതൽ കൊണ്ടും, മുദാക്കറത്തിൽ ഇൽമി പറയൽ കൊണ്ടും അവൻ ഉപയോഗപ്പെടുത്തും. 1. നസാനി, രണ്ടാമത്തെ അടയാളം, അയ്യഖാഫ ഫീ അംരി ബത്നിഹി, അവന്റെ വാറ്റിന്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിനെ പേടിക്കും. ഫലാ യുദ്ഖിലു ബത്നഹു, അവന്റെ വാറ്റിൽ കടത്തൂല, ഇല്ലാ ത്വയ്യിബൻ ഹലാലൻ, നല്ലതല്ലാതെ ഹലാലല്ലാതെ, വയക്കുലു മിനൽ ഹലാലി മിഖ്ദാർ ഹാജതിഹി, അവൻ ഹലാലിൽ നിന്ന് അവന് ആവശ്യമായ കണക്കത്ര മാത്രമേ ഭക്ഷിക്കൂ. 2 വയറിനെ കാക്കും. ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, നമ്മൾക്ക് അങ്ങനെയാണോ? 1 നാവിനെ കാക്കും, 2 വയറിനെ കാക്കും. വസാലിസും, മൂന്നാമത്തെ, അയ്യഖാഫ ഫീ അംരിഹി, അവൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ അവന് പേടിക്കുന്നു. ബസറ, അവന്റെ കണ്ണിനെ, ഫലാ യൻദുറു ഇലൽ ഹറാമി, ഹറാമിലേക്ക് നോക്കൂല, വലാ ഇല ദുനിയ, ദുനിയാവിലേക്കും നോക്കൂല, ബി ഐനി റഗബത്തി, ദുനിയാവിന്റെ ആഗ്രഹ കണ്ണുകൊണ്ട്, വൈന്നമായ യകൂനു നദറു അലാ വജ്ഹിൽ ഇബ്രത്തി, അവൻ ദുനിയാവിലേക്ക് നോക്കുന്നത് അവന് പാഠം ഉൾക്കൊള്ളേണ്ട രീതിയിലാണ് അവന്റെ നോട്ടം, അല്ലാതെയല്ല. അത് മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്. ഫറാബിയ 4, അയ്യഖാഫ ഫീ അംരി യദി, അവന്റെ കൈയിന്റെ കാര്യത്തിൽ പേടിക്കും. ഫലാ യമുദ്ദു യദഹു ഇലൽ ഹറാമി, അവന്റെ കൈയിനെ ഹറാമിലേക്ക് നീട്ടൂല. വൈന്നമാ യമുദ്ദു യദഹു ഇലാ മാ ഫീ തഅത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിഷയമേതോ അതിലേക്ക് മാത്രമേ കൈ നീട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ, മുത്തഖിയായ മനുഷ്യന്റെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവന്റെ ലക്ഷണം. അള്ളാഹുവെ തരത്തിൽ സാഹിര്യങ്ങൾ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാൻ, രക്ഷപ്പെടുത്തി തന്നെ റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.